Venerable Augustine John Oken. Your task is to love. Let nobody surpass you in it. Venerable Augustine John Oken, who is also known as Achantampuran, illuminate the world through his dedicated, selfless, and deep rooted spiritual life. He was born in 1880, December 19th, in Toikawa in Thrissur. He dedicated his life to serve the marginalized and the poor. His profound spirituality and unwavering commitment to the teachings of Christ inspired many souls. A pivotal moment in his life was the founding of the Congregation of the Sisters of Charity in 1944. In the spirit of his views and teachings, the congregation made great and notable changes in education, healthcare, social works to ignite and illuminate the world through the power of gospel. Recognized for his exemplary life and his tireless efforts to uplift the marginalized, beloved father was declared as venerable by Pope Francis in the year 2018. Let's go through the light shone by him. His life is always an open book that anyone could read the teachings of compassionate love. മാന്യസദസ്സിന് വന്ദനം. അഗതികളുടെയും ആലംബഹീനരുടെയും പാവങ്ങളുടെയും ഉന്നമനത്തിനായി തന്റെ സ്വന്തം ജീവിതം സമർപ്പിച്ച അച്ഛൻ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ഛൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില പ്രധാന സന്ദർഭങ്ങൾ കോർത്തിണക്കി ഇതാ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന തെരുവ് നാടകം കരുണാദ്രം. അനുയായികൾ ഞങ്ങൾ, അനുയായികൾ ഞങ്ങൾ, കാലാതീതൻ കർമ്മയോഗിതൻ അനുയായികൾ ഞങ്ങൾ, അനുയായികൾ ഞങ്ങൾ, അനുയായികൾ ഞങ്ങൾ, കാലാതീതൻ കർമ്മയോഗിതൻ അനുയായികൾ ഞങ്ങൾ. ഇതൊരു ദൈവത്തിന്റെ ചരിത്രമാണോ? അല്ല, നമ്മളിൽ ഒരാളായി ജനിച്ച് പുണ്യപ്രവർത്തികൾ ചെയ്ത് ധന്യനായ ഒരു വ്യക്തിയുടെ ചരിത്രമാണിത്. പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ച ഈശോയെ പോലെ തന്റെ ജീവിതവും പിതാവിനുള്ള നിരന്തര സമർപ്പണമാക്കിയ മഹാനാണ് അദ്ദേഹം. കരുണ എന്ന വാക്കുകൊണ്ട് ജീവിതം പൂർത്തിയാക്കിയ ധന്യൻ. കാലാതീതനായ അദ്ദേഹത്തിന്റെ ആത്മീയ ദർശനവും അതിലലിഞ്ഞ ജീവിതവും നാം ഏവർക്കും മാതൃകയാണ്. ആ വൈദിക ശ്രേഷ്ഠന്റെ ജനനത്തെ കുറിച്ച് പറയാമോ? 1880 ഡിസംബർ 19 പറപ്പൂരിലെ ഊക്കൻ പറമ്പിൽ അന്തപ്പനും അന്നാമയ്ക്കും പൊൻ സുദിനം. യോഹന്നാൻ എന്നായിരുന്നു യഥാർത്ഥ നാമം. വിളിപ്പേരറിയണ്ടേ? ലോനപ്പൻ. 2.5 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. 6-ാം വയസ്സിൽ കോളറ പിടിപെട്ട് അപ്പനും മരിച്ചു. ആരുമില്ലാതായ ലോനപ്പന് ദൈവസ്തുതി കേൾക്കുന്നു. നീ എൻ്റെ വത്സലപുത്രനാണ്, എൻ്റെ ഓമനകുട്ടൻ. എൻ്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു. അനാഥനായ പാവം കുഞ്ഞിജോണിനെ പിന്നെ ആരാ നോക്കിയത്? അമ്മായിയായ അച്ചാറുണ്ണി പറപ്പൂർ സെന്റ് ജോൺസ് എൽ പി സ്കൂളിൽ ചേർത്തി. പക്ഷെ അവന്റെ പഠനം അധികം നീണ്ടുപോയില്ല. ഒരു കുഞ്ഞു തോർത്തുമുണ്ട് മാത്രമെടുത്ത് അവൻ ഒരു കല്യാണ സദസ്സിൽ പങ്കെടുക്കുന്നു. എല്ലാവരും ചേർന്ന് അവനെ അപമാനിച്ചു പുറത്താക്കി. അമ്മേ, മറ്റൊരു ക്രിസ്തുവായി മാറുവാനുള്ള വിളി ഞാൻ സ്വീകരിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും അവയിൽ ചിലത് കേടാവാതെ സൂക്ഷിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കുന്നു. എൻ്റെ പ്രവൃത്തിയും അതുതന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എടാ ലോനപ്പാ, ഞാൻ മേനാച്ചേരി ജോണച്ചൻ. ഇത് നിന്റെ വീടും പറമ്പും വിറ്റ് കിട്ടിയ 350 റുപ്പിക. ഇതുകൊണ്ട് നീ കാൻഡിയിലെ സെമിനാരിൽ പോയി പഠിക്കണം. 1898 തന്റെ 18-ാം വയസ്സിൽ ജോൺ കാൻഡിയിലെ പേപ്പൽ സെമിനാരിയിലെത്തുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കും. എന്നെ തന്നെ വിശുദ്ധനാക്കാനും ദൈവിക വിജ്ഞാനത്തിൽ വളർത്താനും എൻ്റെ ദൈവമേ, എൻ്റെ സൃഷ്ടാവേ, എൻ്റെ ബുദ്ധിക്ക് പ്രകാശം തരണമേ.
ഡിസംബർ 22 അദ്ദേഹം വൈദിക വസ്ത്രം അണിഞ്ഞു. സായിപ്പന്മാരെ പോലെ ഇംഗ്ലീഷ് സംസാരിച്ചു. ദാരിദ്ര്യത്തെ സ്നേഹിച്ച് ദാരിദ്ര്യത്തിൽ വീണുലന് ദാരിദ്ര്യത്തിൽ സന്തോഷിച്ച് ജോണച്ചൻ ക്രിസ്തു ശിഷ്യൻ. അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് എന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും രോഗീലേപനം എന്നതുപോലെ സ്വീകരിക്കുന്നു. കുഞ്ഞ് അമ്മയിൽ നിന്നും പാൽ നുകരുകയും അമ്മയോടുള്ള പിണക്കം മാറ്റുകയും ചെയ്യുന്നു. ഞാനും ഈശോയുടെ മാംസവും രക്തവും ഭക്ഷിക്കുകയും ഈശോയുമായി രമ്യതപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം ക്രിസ്തുമതക്കാരെ മാത്രമാണോ സേവിച്ചത്? നല്ല തമാശ തന്നെ. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ഒന്നിലധികം തവണയാണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കുന്നംകുളത്തെ കാവടി പ്രശ്നം വളരെ വിവേകപൂർവ്വം അദ്ദേഹം തീർപ്പാക്കിയത് മറന്നുപോയോ? വേറെ എന്തെല്ലാം പദവികൾ അദ്ദേഹം അലങ്കരിച്ചിരുന്നു? തൃശൂർ സെന്റ് തോമസ് കോളേജ് മാനേജർ, ഒന്നിലേറെ പള്ളികളിലെ വികാരി, അനാഥശാലയുടെ സ്ഥാപകൻ, സ്ത്രീകൾക്കുള്ള ഭക്തി സംഘടനാ സ്ഥാപകൻ എന്നിങ്ങനെ ഒരുപാട് പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. സമർപ്പിത ജീവിതത്തിൽ എളിമ ഒരു അത്യാവശ്യ ഘടകമാണ്. എളിമയുള്ളവരിൽ സ്നേഹം, വിശ്വാസം, പ്രത്യാശ എന്നീ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. വിനയം സ്വന്തം വിശേഷമാക്കി വിരോചിതനായ ധന്യൻ, എളിയ മക്കളെ ചേർത്തു പിടിച്ച വിരോചിതനായ ധന്യൻ. അദ്ദേഹത്തിന്റെ മുഖം കണ്ടവരുണ്ടോ? എങ്ങനെയായിരിക്കും ആ മുഖം? സദാ പുഞ്ചിരി തൂകുന്ന ദൈവീകമായ ചൈതന്യം ദൃശ്യമാകുന്ന ശാന്തത നിറഞ്ഞ തുളുമ്പുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. സ്നേഹിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. സ്നേഹത്തിൽ നമ്മളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ. 1956 ഒക്ടോബർ 4 അദ്ദേഹത്തിന് പനി വന്നു. ഒക്ടോബർ 11 കഠിനമായ ചുമ ആരംഭിച്ചു. ന്യൂമോണിയ ബാധിച്ചു. ഒക്ടോബർ 12 അദ്ദേഹം പറഞ്ഞു, നല്ല ലോഹയും ഷൂസും കൊണ്ടുവരൂ, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഒക്ടോബർ 13 കുർബാന കൂടാൻ അദ്ദേഹം ആഗ്രഹം പറഞ്ഞു. 11 മണിക്ക് വികാരി അച്ഛൻ വന്നു. 4:30 കണ്ണടച്ചു. ഒക്ടോബർ 14 മൃതസംസ്കാരം, ചൊവ്വന്നൂർ പള്ളിയിൽ അന്ത്യവിശ്രമം. 2018 ഡിസംബർ 26 അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചു. മാനവർക്കെന്നും ആശ്വാസമേകി ആർദ്രത തൂകും ധന്യൻ, വെള്ളി വെളിച്ചം വിതറിയ ധന്യൻ ഫാദർ അഗസ്റ്റിൻ ജോൺ. ആലംബഹീനരുടെയും പാവങ്ങളുടെയും സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചവരുടെയും ഉദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ മഹത്തായ ജീവിതം നാം ഏവർക്കും ഒരു മാതൃകയാണ്. ദാരിദ്ര്യത്തിന്റെ അന്ധകാരത്തിൽ വീണുലഞ്ഞ പാവങ്ങൾക്ക് വെള്ളി വെളിച്ചം തൂകിയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ യശസ്സിന് മുൻപിൽ നാം ഏവർക്കും ശിരസ് നമിക്കാം. ഒരിക്കലും സൃഷ്ടികളുടെ അടിമയാകരുത്. അലസത പാപമാണ്. നമുക്ക് ചുറ്റും നാം അറിയാത്തവരായി ആരും ഉണ്ടാകരുത്. ആർക്കും സഹായം നിഷേധിക്കരുത്. ആവശ്യമില്ലാത്ത വസ്തുക്കൾ നീ കുന്നുകൂട്ടരുത്. സ്നേഹത്തിന്റെ ഇരിപ്പിടമാണ് തിരുഹൃദയം.